ചില ദിവസങ്ങളിൽ പണിയൊന്നും എടുത്താൽ തീരില്ല എന്ന് പറയാറില്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഉമ്മാക്ക് പനി പിടിച്ച് കിടപ്പിലായതുകൊണ്ട് എല്ലാ ഡ്യൂട്ടിയും എനിക്ക് തന്നെയായി. അതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ വീടെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, ഒന്നും പറ്റില്ല. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി ഇന്ന് ഡോക്ടറെ കാണേണ്ട ദിവസമായിരുന്നേ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. കൈയൊക്കെ ഇനി താഴ്ത്തി വെക്കാന്ന് പറഞ്ഞപാട് ആൾക്ക് കുറച്ച് സമാധാനമായി. പക്ഷേ ജോബിനൊന്നും ഇപ്പം പോകാൻ പറ്റില്ല, കൈക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം അതോടെ പോയി. കാരണം ആണുങ്ങൾക്ക് എന്തായാലും വീട്ടിലിരിക്കില്ല, അത്ര ഈസി അല്ലല്ലോ, അതും ജോബിന് പോവാണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പോയി. നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ടാണ്. വീട്ടിലെത്തിയാൽ രാത്രിക്കൊക്കെ എന്താക്കുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ, കാരണം ഞാൻ തന്നെ ആക്കണമല്ലോ. അപ്പൊ വിചാരിച്ചു ഈസി പണി ചെയ്യാം, അതായത് പൂരിയും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെമ്മീൻ ഫ്രൈ ആക്കാൻ വെച്ച് ആ ഓയിൽ തന്നെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു ഹാഫ് ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് ഗരം മസാല, ലെമൺ ജ്യൂസ് ഇതും കൂടി ആഡ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടല്ലോ മാറ്റി വെച്ച് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി, മല്ലിയില, കുറച്ച് സവാള കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെ കാണിച്ചത്. ഇനി പൂരി ചുടലും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞ്. അങ്ങനെ നല്ല സോഫ്റ്റ് പൂരിയും ചെമ്മീൻ റോസ്റ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കടുമാങ്ങ കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം ഉമ്മാമ്മ പൂരി ഒന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാമ്മക്ക് വേണ്ടിയിട്ട് ചോറും കടുമാങ്ങ ആക്കിയിട്ടുണ്ടായിരുന്നേ.